അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതം ഒരു നദി പോലെയാണ്. ഒരു ചെറിയ നീരുറവയിൽ നിന്ന് തുടങ്ങി ആരംഭിച്ച് അതിൻ്റെ പ്രയാണമങ്ങനെ വ്യത്യസ്ത നാടുകളിലൂടെ ഒരുപാട് ഗതിവിഗതികൾക്ക് അവസാനത്തിൽ തുഴഞ്ഞ് സഞ്ചരിച്ച് അങ്ങനെ വിശാലമായ സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ജീവിതം ഇതിനോട് തുലനം ചെയ്താൽ ഒരുപാട് പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഇടക്ക് ജീവിതത്തിലുണ്ടാവും. ചിലപ്പോൾ സങ്കടങ്ങൾ വരും, മറ്റു ചിലപ്പോൾ സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ കടന്നു വരും. പ്രക്ഷുബ്ധമായ രംഗങ്ങൾ അല്ലെങ്കിൽ ഒരു നദി ശാന്തമായി അങ്ങനെ ഒഴുകുന്നത് പോലെ ജീവിതം ശാന്തമായി പലപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പ്രത്യേകമായ സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഒരുപോലെ കടന്നു പോകും. സന്തോഷവും ദുഃഖവും സമ്മിശ്രമായി, എന്നാൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ പ്രയാസരഹിതമായി അങ്ങനെ കടന്നു പോകും. നദിയുടെ ശാന്തമായ ഒഴുക്കുപോലെ. മറ്റു ചിലപ്പോൾ നദി പ്രക്ഷുബ്ധമാവുന്നതുപോലെ വല്ല പ്രളയത്തിലോ വലിയ മഴ പെയ്താലോ നദിയിൽ ജലം കൂടുമ്പോൾ അത് കലങ്ങി അങ്ങനെ ദൂരദിക്കുകളിൽ നിന്നും മറ്റും അതിലേക്ക് ചെന്ന് അണഞ്ഞ തടികൾ, മറ്റു വസ്തുക്കൾ എല്ലാം കൂടെ കലങ്ങി അങ്ങനെ ചിലപ്പോൾ നദി ഒഴുകാറുണ്ട്. പ്രക്ഷുബ്ധമായ നദി എന്നതുപോലെ ചിലപ്പോൾ ജീവിതം അങ്ങനെ പ്രക്ഷുബ്ധമായി ഒഴുകുന്നത് കാണാം. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ, സാമ്പത്തികം, ശാരീരികം, ഭാര്യസന്താനങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, ജോലികളിൽ, ബിസിനസ്സുകളിൽ, ഏർപ്പെടുന്ന മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമായ ജീവിതമായിരിക്കും ചിലപ്പോൾ. എന്നാൽ ഈ രണ്ട് സമയങ്ങളിലും ശാന്തമായി നദി ഒഴുകുകയാണെങ്കിലും ജീവിതം ശാന്തമായി സ്വച്ഛന്തം പോവുകയാണെങ്കിലും പ്രക്ഷുബ്ധമായ ഘട്ടങ്ങളിലുമെല്ലാം നമ്മുടെ മനസ്സ് കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമേറിയത്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവാം, ബുദ്ധിമുട്ടുകളുണ്ടാവുക, എന്നാലും എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള ഒരു മനസ്സിനെ ആർജിച്ചെടുക്കുക എന്നതാണ്. നദി അങ്ങനെയാണ്. ശാന്തമായി ഒഴുകിയിട്ടും അത് മഹാസമുദ്രത്തിലേക്ക്, അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നു. പ്രക്ഷുബ്ധമായി ഒഴുകുകയാണെങ്കിലും എന്നാലും അത് സമയമാകുമ്പോൾ ഒരു ചെറിയ അത് അങ്ങനെ ഒഴുകി സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നതുപോലെ നമ്മുടെ ജീവിതവും ഒഴുകി അതൊരു എൻഡിങ്ങിലേക്ക് എത്തിച്ചേരും. അതുവരെ പ്രയാസങ്ങളുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പരീക്ഷണങ്ങളുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും വിട്ടുവീഴ്ച ചെയ്തും അങ്ങനെ മുന്നോട്ട് പോകാനാവണം. നദി പോലെയാണ് മനുഷ്യജീവിതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.